ഇസ്രായേൽ തിരിച്ചടിച്ചാൽ കൂടുതൽ വിനാശകരമായ പ്രത്യാക്രമണമുണ്ടാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. അതേസമയം ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുള്ള നഗരത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് മാറാൻ താമസക്കാർക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം സൈന്യം ഒറ്റ രാത്രി കൊണ്ട് ബെയ്റൂട്ടിൽ പുതിയ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ കൈവശം 300 കിലോമീറ്റർ ദൂരപരിധിയിൽ പോകാൻ കഴിയുന്ന ഷഹബ് 1 മിസൈൽ തുടങ്ങി 2000 കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഷഹബ് 3 മിസൈലുകൾ വരെയുണ്ട്. അതായത് ഇന്ത്യയും സമീപ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും റഷ്യയുമെല്ലാം ഇറാന്റെ ആക്രമണ പരിധിയിൽ ഉൾപ്പെടുന്നു. ഇറാനൊപ്പം റഷ്യയും മുന്നോട്ട് വന്നാൽ ഇസ്രായേലിനേക്കാൾ 150 ഇരട്ടി വലിപ്പമുള്ള ഇറാനെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ റഷ്യ നൽകുന്ന പിന്തുണ നിർണായകമായിരിക്കും. എന്നാൽ റഷ്യ ഇതുവരെയും പരസ്യ പിന്തുണയുമായി മുന്നോട്ട് വന്നിട്ടില്ല. അതേസമയം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ട സെപ്റ്റംബർ 27-ന് ഇറാനും റഷ്യയും കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. സാമ്പത്തിക ആഭ്യന്തര മേഖലയിൽ ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത ഉള്ളതിനാൽ റഷ്യ പരസ്യ പ്രഖ്യാപനവുമായി മുന്നോട്ട് വരില്ലെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമായതോടെ വിമാന സർവീസുകൾ കൂടി മുടങ്ങിയിരിക്കുകയാണ്. ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട് പശ്ചിമേഷ്യൻ മേഖലയുടെ ആകാശത്തുകൂടെ സഞ്ചരിച്ച് ഇന്ത്യയിൽ എത്തേണ്ടിയിരുന്ന 2 വിമാനങ്ങൾ പാതി വഴിയിൽ തിരികെ ജർമ്മനിയിലേക്ക് മടങ്ങി. ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസയുടെ വിമാനങ്ങളാണ് ചൊവ്വാഴ്ച രാത്രി തിരികെ പോയത്. പശ്ചിമേഷ്യയ്ക്ക് മുകളിലൂടെ പറക്കുന്ന എല്ലാ വിമാനങ്ങളുടെയും സുരക്ഷ ഓരോ ദിവസവും വിലയിരുത്തപ്പെടുന്നുണ്ടെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത്. ഇതനുസരിച്ച് ആവശ്യമെങ്കിൽ സർവീസുകളിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു.